ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് TV പ്രേക്ഷകർക്ക് വചനദീപ്തി ഒരുക്കുന്ന ഈ സ്വർഗീയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 2 തിമോത്തി 3:16 പറയുന്നു, ദൈവവചനമെല്ലാം ദൈവനിവേശിതമാണ്. അത് പ്രബോധനത്തിനും ശാസനത്തിനും നീതിയിൽ പരിശീലിക്കുവാനും തെറ്റുകൾ തിരുത്തുവാനുമുള്ള. വചനദീപ്തി എന്ന ഈ സംരംഭത്തിലൂടെ ലോകജനതയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന വചനത്തിൻ്റെ ഉൾക്കാമ്പ് കണ്ടെത്തുവാൻ, വചനത്തിൻ്റെ വെളിച്ചം പകരുവാൻ, വചനത്തിൻ്റെ ശക്തി തിരിച്ചറിയുവാൻ, വചനത്തിലെ സൗഖ്യം മനസ്സിലാക്കുവാൻ തമ്പുരാൻ ഒരുക്കിയിരിക്കുന്ന ഈ സ്വർഗീയ വിരുന്നിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് സ്തുതി ആരാധനയുടെ ആവശ്യകതയെക്കുറിച്ച് തിരിച്ചറിയാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനത്തിൽ പറയുന്നു, നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് കതകടച്ച് നിന്റെ ദൈവവുമായി ഏകാന്തതയിൽ പ്രാർത്ഥിക്കുക. ആർക്കാണ് ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മനസ്സും ശരീരവും ഏകാഗ്രത ചിന്തയോടുകൂടി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിലൂടെ വചനം ശ്രവിച്ച് സ്തുതിച്ച് ആരാധിച്ച് നമ്മുടെ കെട്ടുകളൊക്കെ അഴിയപ്പെട്ട് നമ്മൾ സ്വതന്ത്രരാകുന്നത് സ്തുതിച്ച് ആരാധിക്കുമ്പോഴാണ്. കൈയും മെയ്യും മറന്ന് പരിസരം മറന്ന് സ്തുതിച്ച് ആരാധിക്കുമ്പോൾ മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ ദൂതൻ ജോസഫിനോട് പറഞ്ഞു, നീ അവന് യേശു എന്ന് പേരിടണം. ആ യേശു എന്ന 2 അക്ഷരത്തിൻ്റെ മൂല്യമാണ് അതിനോട് ചേർന്ന് വരുന്ന വചനം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. അധരം തുറന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ, സ്വരമുയർത്തി അധരം തുറന്ന് നീ യേശുവെന്ന് ഒരു വട്ടം വിളിക്കുമ്പോൾ ഇന്നലെ ഈ ദിവസം മുതൽ, ഇന്നലെ ഈ നിമിഷം മുതൽ നാളെ ഈ നിമിഷം വരെയുള്ള 24 മണിക്കൂർ നേരം ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാനയിൽ കൂദാശ ചെയ്യപ്പെട്ട തിരുവചനത്തോട്, ആ തിരുശരീരത്തോടും തിരുരക്തത്തോടും ചേർന്ന് നിന്റെ നാവിൽ നിന്ന് വരുന്ന യേശു എന്ന സ്വരം കൂടി ഉയരുമ്പോൾ അവൻ തൻ്റെ ജനത്തെ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്ന സത്യം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. അങ്ങനെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ, ഒന്ന് സ്തുതിച്ചാരാധിക്കുന്ന മക്കള്, അത് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രാർത്ഥനയാണ് സ്തുതി ആരാധന. 1 പത്രോസ് 2:9 പറഞ്ഞു, നിങ്ങൾ രാജകീയ പുരോഹിത ഗണവും ദൈവത്തിൻ്റെ സ്വന്തം ജനവും അവിടുത്തെ ഇഷ്ടപ്പെട്ട ജനവുമാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടവരാകുവാൻ വിളിക്കപ്പെട്ടവര്, ആ മക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പ്രതീക്ഷകളെ അതിലംഘിക്കുന്ന സമാധാനം അവരുടെ മനസ്സിന് കിട്ടുന്നു. ഉള്ളു തുറന്ന് ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ്. 103-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം തിരുവചനം പറയുന്നു, നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ്. അങ്ങനെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കൊച്ചു കുഞ്ഞ്, 4 മാസം അല്ലെ 5 മാസം പ്രായമായ ഒരു കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ അമ്മ സ്നേഹത്തോടുകൂടി ഭക്ഷണം കൊടുക്കുമ്പോൾ, അതായത് കുറുക്ക് ആ കുഞ്ഞിൻ്റെ അധരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ, അധരം തുറന്ന് സംസാരിക്കാനാവാത്ത കുഞ്ഞ് അമ്മ സ്നേഹത്തോടെ പകർന്ന ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ആ ഭക്ഷണം ഇറക്കുന്നതിനിടയ്ക്ക് കുഞ്ഞിൻ്റെ അധരത്തിൽ നിന്ന് ഒരു അവ്യക്തമായൊരു സ്വരം വരും. ആ അവ്യക്തമായ സ്വരം എന്ന് പറഞ്ഞൊരു സ്വരം. ആ സ്വരം വരുമ്പോൾ 8-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, ശത്രുക്കളെയും രക്തദാഹികളെയും തറപറ്റിക്കാൻ ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് അവൻ സുശക്തമായ കോട്ട കെട്ടി. ആ എട്ടും പൊട്ടും അറിയാത്ത കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ അധരത്തിൽ വന്ന ആ ഒരു സ്വരം ദൈവസന്നിധിയിൽ സ്തുതിയെ ആരാധനയായിട്ട് മാറുമ്പോൾ, ജോബിൻ്റെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനം പറയുന്നു, അത് നിർദ്ദയം അവൻ്റെ മേൽ ചുഴറ്റി അടിക്കുന്നു. അതിൻ്റെ ശക്തിയിൽ നിന്ന് അവൻ പ്രാണഭയത്തോടെ ഓടുന്നു. അത് അവൻ്റെ നേരെ കൈകൾ കൊട്ടുകയും അതിൻ്റെ നേരെ സിൽക്കാരം പുറപ്പെടുകയും ചെയ്യുന്നു. കൈകൊട്ടി ആരാധിക്കുമ്പോൾ, സ്തുതിച്ച് ആരാധിക്കുമ്പോൾ നമ്മുടെ കെട്ടുകൾ അഴിയുന്നു എന്ന് മാത്രമല്ല, കേൾക്കുന്നവരിലേക്കും ആ കൃപ ഒഴുകപ്പെടുകയാണ്. അങ്ങനെ കൃപ ഒഴുകപ്പെടുമ്പോൾ ഒരു സ്തുതിയുടെ നിമിഷത്തിൽ സ്തുതിച്ച് ആരാധിക്കുന്ന വ്യക്തിക്ക്, സ്തുതിച്ച് ആരാധിച്ചാൽ ഉണ്ടാകുന്ന അനുഗ്രഹം എന്താണ്? ആ വ്യക്തിക്ക് പശ്ചാത്താപം ഉണ്ടാകുന്നു, മാനസാന്തരം ഉണ്ടാകുന്നു, കൂടാതെ ദൈവത്തോട് ശരണപ്പെടുവാനുള്ള കൃപ അവന് കിട്ടുകയാണ്. അങ്ങനെ ദൈവത്തോട് ശരണപ്പെടുവാനുള്ള കൃപ അവന് കിട്ടുമ്പോൾ ക്രൈസ്തവ പ്രാർത്ഥനയിലെ അടിസ്ഥാനപരമായ ഒരു ചലനത്തെ സ്തുതിപ്പ് പ്രതിപാദിക്കുന്നു. ആ സ്തുതിപ്പ് പ്രതിപാദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലാണ്.
ദൈവിക അനുഭവങ്ങളും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടിക്കൊണ്ട് അവൻ്റെ കുറവുകളെ തിരിച്ചറിയുവാൻ, അവനെന്ന വ്യക്തിത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സ്തുതിച്ചാരാധിക്കുന്ന ഒരു വ്യക്തിക്ക് സാധിക്കുന്നു. അങ്ങനെ സ്തുതിക്കുവാൻ കഴിയണമെങ്കിൽ ആ സ്തുതിച്ച് ആരാധിക്കുന്ന വ്യക്തികളിലേക്ക്, പ്രിയപ്പെട്ടവരെ, 103 സങ്കീർത്തനം അതിൻ്റെ 5 തിരുവചനം പറയുന്നു, അവര് യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള വ്യക്തികളുടെ ശാരീരികമായ അവസ്ഥയിൽ എത്ര വാർദ്ധക്യത്തിലെത്തിയ വ്യക്തിയാണെങ്കിൽ പോലും അവൻ യൗവന സഹജമായ യുവത്വ സംവിധാനമായ ആ അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരും. കഴുകന്മാരെ പോലെ പറന്നുയരുവാനുള്ള കൃപ അവൻ ലഭിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ അറിയപ്പെടുന്ന പല ധ്യാന കേന്ദ്രങ്ങളും, ആ ധ്യാന കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്തുതിയും ആരാധനയും നടക്കുന്നിടത്താണ് കൂടുതൽ സൗഖ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ഏത് ധ്യാന കേന്ദ്രത്തിൽ നോക്കൂ, അവിടെ ഇങ്ങനെ സ്തുതിച്ച് ആരാധിക്കുന്ന ധ്യാന കേന്ദ്രങ്ങളിൽ വലിയ ദൈവിക സാന്നിധ്യം ഉണ്ടാകുന്നു. മത്തായി 13:16 പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കേൾക്കുന്നു. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പല പ്രവാചകന്മാരും ഇത് കാണാൻ ആഗ്രഹിച്ചു. അവർക്കാർക്ക് ലഭിക്കാത്ത സൗഭാഗ്യം നിനക്ക് ലഭിക്കണമെങ്കിൽ നീ എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ അത്, പ്രിയപ്പെട്ടവരെ, ദാതാവായ ദൈവവും ദാനം സ്വീകരിക്കുന്ന മനുഷ്യനും പരസ്പരം ഐക്യപ്പെടുവാനുള്ള കൃപയാണ് അതിലൂടെ ലഭിക്കുക. പരസ്പരം ഐക്യപ്പെടുവാനുള്ള കൃപ അതിലൂടെ ലഭിക്കുക എന്ന് മാത്രമല്ല, 43 സങ്കീർത്തനം അതിൻ്റെ 4 തിരുവചനം പറയുന്നു, ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കും. ദാവീദ് കിന്നരം മീട്ടി ദൈവത്തെ സ്തുതിച്ചത് നമുക്കറിയാം. പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച സൗഭാഗ്യത്തിന് ശേഷം ആ പരിശുദ്ധ അമ്മയുടെ മറിയത്തിൻ്റെ സ്തോത്രഗീതം നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനം തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ദൈവം മോശയെ വിളിക്കാം. ആ മോശ ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഓർക്കണം, ഇസ്രായേൽ ജനം കടന്നു പോകുമ്പോൾ അവർക്ക് മുന്നമേ വാഗ്ദാന പേടകമുണ്ട്. ആ വാഗ്ദാന പേടകത്തിന് ചുറ്റും ഇസ്രായേൽ ജനം കരമുയർത്തി മനമുയർത്തി സ്തുതിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സഖൈനാമേഘം അവർക്ക് കൊട പോലെ സംരക്ഷണം കൊടുത്ത പോലെ നീ സ്തുതിച്ചാരാധിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ, നീ ആകുന്ന ഇടങ്ങളിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയാം. അങ്ങനെ നിറഞ്ഞ ഒരനുഭവം നമുക്ക് കിട്ടുമ്പോൾ ഇസ്രായേൽ ജനം എവിടെ അവർ സ്തുതി ഉയർന്നോ അവിടെ ആ സ്തുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിറസാന്നിധ്യം അവരുടെ കൂടെ നടക്കുന്നത്, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി അവരുടെ കൂടെ നടക്കുന്നത് പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ, ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് മറുകരയെത്തുമ്പോൾ ഓർക്കണമേ, ചെങ്കടൽ കടന്ന് മറുകരയെത്തുന്ന ആ സാഹചര്യത്തിൽ മോശ എന്ത് ചെയ്തു? മോശ കിന്നരം വീട്ടി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഈ സമയത്ത് മിരിയാം എന്ന് പറയുന്ന പെണ്ണ് തൻ്റെ കൂടെയുള്ള മറ്റു സ്ത്രീകളെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ അവള് തപ്പുകൊട്ടിക്കൊണ്ട് നൃത്തമാടി ദൈവത്തെ ആരാധിക്കുന്ന നമുക്ക് കാണാം. അങ്ങനെ ദൈവത്തെ ആരാധിച്ച ആ സമൂഹത്തിലൂടെ ദൈവം കൂടെ നടന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ എന്തിനാണ് സ്തുതിക്കുന്നത്? മറ്റുള്ളവർ എന്ത് വിചാരിക്കും? മനുഷ്യനെ പ്രീതിപ്പെടുത്താനല്ല. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം പറയുന്നു, ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്? മനുഷ്യരുടെ പ്രീതിയാണ് ഞാൻ അന്വേഷിക്കുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ ആയിരിക്കുന്ന ഈ അവസ്ഥയിലെത്തുമായിരുന്നില്ല. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രീതിക്കായിട്ട് നമ്മൾ ജീവിക്കേണ്ടവരാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പ്രീതിക്കായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിയുന്ന അനുഗ്രഹങ്ങൾ സങ്കീർത്തകൻ പറയുന്നു. 42-ാം സങ്കീർത്തനം 7-ാം തിരുവചനം പറയുന്നു, അങ്ങയുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ കൊണ്ട് ആഴത്തെ വിളിക്കുന്നു എന്ന് പറയാം. ആഴത്തെ വിളിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 9-ഉം 10-ഉം വാക്യത്തിൽ പറയുന്നു, സ്തോത്രഗീതം പാപിക്കിണങ്ങുന്നില്ല, അവൻ കർത്താവിൽ നിന്ന് ആലോചന സ്വീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം. കർത്താവാണ് അതിന് അവരെ പ്രചോദിപ്പിക്കുന്നത്. തിരിച്ചറിയണം, ജ്ഞാനത്തിൻ്റെ ബഹിർസ്ഫുരണം, ജ്ഞാനം കൊണ്ട് നിറയുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതമെന്ന് തിരിച്ചറിയണം. അങ്ങനെ നീ സ്തുതിച്ചാരാധിക്കുമ്പോൾ ദൈവം നിന്റെ ആളുകളായി ലഭിക്കാതെ പോയ സൗഭാഗ്യങ്ങളൊക്കെ തിരികെ തരികയും നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം നിന്നെ സഹായിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, സ്തുതിച്ചാരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സാമ്പത്തികമായ മേഖലയിൽ വലിയ ഉയർച്ച, ആത്മീയമായ മേഖലയിൽ ഉയർച്ച പോലെ തന്നെ ആ വ്യക്തിയുടെ സാമ്പത്തികമായ മേഖലയിൽ ഉയർച്ച കിട്ടും. അതുകൂടാതെ സ്തുതി മനസ്സിൻ്റെ തളർച്ചയും നിരാശയും മാറ്റി പ്രത്യാശ കൊണ്ട് നിറയ്ക്കാം. റോമാലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നു, കട്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും നൽകുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല.
കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓർക്കണം പ്രിയപ്പെട്ടവരെ, റൂമേനിയ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം, ആ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിൽ വചനം പ്രഘോഷിച്ച് കർത്താവിൻ്റെ തിരുവചനം പ്രഘോഷിച്ചെന്നുള്ള ഒറ്റ കാരണത്താൽ കർത്താവിൻ്റെ ഒരു ദൈവദാസനെ, ബുംബ്രാണ്ട് എന്ന് പറയുന്ന വ്യക്തിയെ, ഓർക്കണം, ആ വ്യക്തിയെ മൃഗീയമായിട്ട് ചമ്മട്ടികളാൽ അടിച്ച് ഉപദ്രവിച്ച് ഏതാണ്ട് 6 അടി 6 ഇഞ്ച് ഉയരമുള്ള ഒരു യഹൂദ മതത്തിൽപ്പെട്ട വ്യക്തിയാണ് ബുംബ്രാണ്ട്. ആ വ്യക്തിക്ക് വെറും 4 അടി മാത്രം ഉയരമുള്ള പട്ടിക്കൂടിൻ്റെ വലിപ്പമുള്ള ഒരു ഇരുമ്പ് കൂട്ടിൽ അദ്ദേഹത്തെ ചങ്ങലക്കിടുകയാണ്. ചങ്ങലക്കിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 10 കിലോ ഇരുമ്പ് കൊണ്ടുള്ള 10 കിലോ ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടൊരു ചങ്ങലയാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ടിട്ട് അത് കാലുമായിട്ട് കൂട്ടിക്കെട്ടി അത് അവിടുന്ന് കൈകൾ തമ്മിൽ അങ്ങനെ നിർത്തിയിരിക്കുന്ന ആ സമയത്ത് ആ മനുഷ്യൻ ഈ പ്രതികൂല സാഹചര്യങ്ങളെ നോക്കാതെ ആ ചങ്ങലകൾ കൂട്ടിയടിച്ചുകൊണ്ട് ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. ആ ദൈവത്തെ സ്തുതിച്ച് വർഷങ്ങൾക്ക് ശേഷം ആ കാരാഗ്രഹത്തിൽ നിന്ന് ബുംബ്രാണ്ടിനെ പുറത്തു കൊണ്ടുവരുമ്പോൾ 6 അടി 6 ഇഞ്ച് ഉയരമുള്ള ഒത്ത ഉയരവും വണ്ണവുമുള്ള ആ മനുഷ്യൻ റാ ഷേപ്പിൽ അദ്ദേഹത്തിൻ്റെ നട്ടിൽ വളർന്നുപോയി. നിങ്ങൾക്കറിയാവോ, അദ്ദേഹത്തെ ആ റൂമേനിയൻ ഗവൺമെൻറ് ആ കൂട്ടിലിട്ടുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തെ തടങ്കലിട്ട തടങ്കൽ പാളയം ലോകം കണ്ട ഏറ്റവും കൂടുതൽ ബൈബിൾ പ്രിന്റ് ചെയ്യുന്ന ബൈബിളിൻ്റെ ബുക്ക് ഡിപ്പോയാക്കി ഉയർത്തിയ ദൈവത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ അതിൻ്റെ 25 മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ കിടക്കുന്നു. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ആമം വെച്ചിട്ടുണ്ട് അവർക്ക്. ആമം വെക്കുന്ന ഇപ്പം അങ്ങനെ ഇല്ല. എങ്ങനെയാണ് ആമം വെക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ മാനസിക രോഗത്താൽ തറന്നവരെ പണ്ടുള്ള കാലങ്ങളിൽ ഈ തെങ്ങിൻ്റെ തടിയുടെ കടക്കല് ചൂർന്നെടുത്തിട്ട് അതിനകത്തൂടെ കാല് കയറ്റി കാലുറപ്പിക്കും. ഇതിനാണ് ആമം വയ്ക്കുക എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ആ തടവറയിൽ കിടക്കുമ്പോൾ പൗലോസും സീലാസിനും ആ കാരാഗ്രഹം അവർക്കൊരു പ്രശ്നമായില്ല. ആ ചങ്ങലകൾ അവർക്ക് പ്രതികൂലമായില്ല. അവരെന്ത് ചെയ്തു? തന്നിൽ പ്രത്യാശ വെക്കുന്നതെ രക്ഷിക്കുന്ന ദൈവം. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിരിക്കുന്നത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് പരിത്യക്തരായിരിക്കുന്നത്? ഇല്ല മക്കളെ, ഒരുവനെ പോലും അവൻ തള്ളിക്കളഞ്ഞില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. നിന്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിക്കുന്നവനാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്കും യാചനയ്ക്കും മറുപടി നൽകാൻ നീ എവിടെയായിരിക്കുന്നുവോ അവിടെ നീ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവ്. അതിൻ്റെ പ്രകടമായ സാക്ഷ്യമാണ് പൗലോസും സീലാസും കാരാഗ്രഹവാസത്തിലായിരിക്കുമ്പോൾ, ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ രാത്രിയുടെ യാമത്തിൽ അവരെന്താണ് ചെയ്തത്? ചങ്ങലകൾ കൂട്ടിയടിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചു കഴിഞ്ഞോ പ്രിയപ്പെട്ടവരെ, ഇവരുടെ കൂടാരത്തിന്, ഇവരുടെ തടവറയ്ക്ക് കാവൽ നിൽക്കുന്ന കാവൽക്കാരനുണ്ട്. എന്നാൽ ഈ കാവൽക്കാരന് എന്തും ചെയ്യാൻ ഇവർക്ക് അധികാരമുണ്ട്. അടുത്ത പ്രഭാതത്തിൽ ഇതാ അവരെ കൊണ്ടുവന്ന് രാജാവിൻ്റെ മുൻപിൽ കൊണ്ട് സമർപ്പിക്കാനുള്ളതാ, ശിക്ഷിക്കാൻ വേണ്ടി. അടുത്ത ദിവസം ഇവരെ ശിക്ഷിക്കാൻ പോവുകയാണ്. പക്ഷേ അടുത്ത ദിവസം ശിക്ഷയാണെന്ന് കണ്ടുകൊണ്ട് അവര് അമാന്തിച്ചില്ല. അവരവരുടെ ദൈവത്തെ വിളിച്ച് ആരാധിക്കാൻ തുടങ്ങി. അവരവരുടെ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തുടങ്ങി. ഈ പാടി സ്തുതിച്ചപ്പോൾ പെട്ടെന്നൊരു ഭൂകമ്പം പോലെ ഉണ്ടായി. മാത്രമല്ല, അവിടെയുള്ള ചങ്ങലകളുടെ ഓടാമ്പലുകളെല്ലാം തകർന്നു. എല്ലാ വാതിലുകളും അടർന്ന് താഴ്ത്തി വീണപ്പോൾ പൊടിപടലം കൊണ്ട് ഉയർന്ന സാഹചര്യത്തിൽ വെളിയിൽ നിൽക്കുന്ന കാവൽക്കാരൻ അകത്ത് കിടക്കുന്ന തടവറയിൽ കിടക്കുന്നവരുടെ യജമാനാണ്. അവൻ ഭയന്നുപോയി. തന്നെ ഏൽപ്പിച്ചിരിക്കുന്നവരെല്ലാം പലായനം ചെയ്തു, രക്ഷപ്പെട്ടു എന്ന് കരുതി തന്നെ അടുത്ത പ്രഭാതത്തിൽ രാജാവ് കഴുത്ത് വെട്ടുമെന്നുള്ള ഭയം മൂലം എളിയിൽ നിന്ന് കത്തി ഉയർത്തി ചങ്കിൽ കുത്തി ചാകാനായിട്ട് ശ്രമിക്കുമ്പോൾ പൗലോസ് വിളിച്ചു പറയുകയാണ്, അരുത്, അവിവേകമരുത്. ഞങ്ങളെ പ്രതിയാണെങ്കിൽ ഞങ്ങൾ ഒരിടത്തും പോയിട്ടില്ല, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് പൗലോസിന്റെ സീലാസിന്റെ കൂടെ ആ തടവറയിൽ കിടന്നവരെല്ലാം സ്വതന്ത്രരാകുന്നു. ഈ പൗലോസും സീലാസും സൂചിച്ചപ്പോൾ, എന്തേ മക്കളെ, ഈ പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ വളരുന്ന നീ, നിന്റെ കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ കുടുംബക്കാരെല്ലാവരും കൂടെ ഒന്ന് സൂചിച്ച് പ്രാർത്ഥിച്ചേ. സക്കൈനാമേഘം നിന്റെ ഭവനത്തിന് മുകളിൽ ആ കൊട പിടിച്ച് ഇസ്രായേൽ ജനത്തെ നയിച്ച പോലെ ഇന്നും നിന്നെ നയിക്കാൻ അവൻ മതിയായവനാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടാകണം. നീ വിളിക്കുന്ന ദൈവം നിന്നെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല, അവൻ നിന്റെ കൂടെ നടക്കുന്നവനാണ്. 139-ാം സങ്കീർത്തനം 5-ാം തിരുവചനം പറയുന്നു, അവിടുന്ന് എനിക്ക് മുൻപിലും പിൻപിലും കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ ശിരസിലുണ്ട്, ഈ അറിവ് എന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ,
ബുദ്ധിക്ക് അതീതമായ വലിയ വലിയ കാര്യങ്ങൾ നിനക്ക് കാണണമെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ മടിക്കരുത്. ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന ഇടങ്ങളിലൊക്കെയും ചെങ്കടൽ കടത്തി മറുകരയെത്തിച്ച ഇസ്രായേൽ ജനത്തെ പോലെ നിന്നെ തടസ്സങ്ങൾ മാറ്റി നിന്നെ മറുകരയെത്തിക്കാൻ കർത്താവിന് കഴിയുമെന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ. ഇവിടെ ജെറീക്കോ കോട്ട ഭീമാകാരമായി ഉയർന്നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന് മുൻപിൽ, ചെങ്കടൽ കടന്നു വരുന്ന ഇസ്രായേൽ ജനത്തിന് മുൻപിൽ ഇതാ ഭീമാകാരമായ ജെറീക്കോ കോട്ട. ആ കോട്ട കടക്കാൻ ഒരു മാർഗമില്ല വന്നപ്പോൾ അവരെന്താണ് ചെയ്തത്? പ്രിയപ്പെട്ടവരെ, അവർ ആ കോട്ടയ്ക്ക് ചുറ്റും നടന്ന് 7 ആവർത്തി സ്തുതിക്കുന്നത് കാണാം. 7ാമത്തെ വട്ടം 7 ആവർത്തി സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മുമ്പിൽ തടസ്സമായി നിന്ന ആ ജെറീക്കോ കോട്ട തകർന്ന് തരിപ്പണമായി. ഇസ്രായേൽ ജനം ഇതാ അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്ന നമ്മൾ കാണുകയാണ്. നോക്കണം പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനഭാഗത്തിലൂടെ കടന്നുപോയപ്പോൾ എവിടെയൊക്കെ മക്കളൊന്നു ചേർന്ന് സ്തുതിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ചൈതന്യവും ദൈവത്തിൻ്റെ ഇടപെടലും ഉണ്ടായി. ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ നമ്മൾ കാണാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2 സാമുവേൽ പുസ്തകം അതിൻ്റെ 6-ാം തിരുവചനത്തിൽ അവിടെ ഇങ്ങനൊരു സംഭവം കാണാം. ആ 2 സാമുവേൽ പുസ്തകം 6-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം കടന്നു വരുമ്പോൾ ഇവർക്ക് മുന്നമേ പോയ വാഗ്ദാന പേടകം പോകെ ഇവർക്കൊക്കെ ഒരുപാട് സമ്പത്തെല്ലാം ആയി കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ പേടകം പിന്നീട് കുതിരവണ്ടിയിൽ കാളവണ്ടിയിൽ കെട്ടിവലിക്കുകയാണ്. കാളവണ്ടിയിൽ കെട്ടിവലിച്ച് പാടത്തെത്തിക്കഴിഞ്ഞപ്പോൾ കാള രണ്ടും 2 ദിക്കിലേക്ക് ഓടി. 2 ദിക്കിലേക്ക് ഓടിക്കഴിഞ്ഞപ്പോൾ ഈ പേടകം ഒന്ന് കുലുങ്ങി. പേടകം കുലുങ്ങിയപ്പോൾ ഉസകേറി അതിൽ തൊട്ടു. മറിയാതിരിക്കാൻ അത് പിടിച്ചതും ഈ ഉസ അവിടെ നിന്ന് ആ നിമിഷം അവൻ മരിച്ചുപോയി. അപ്പൊ ദാവീദിന് ദൈവത്തോട് കോപമുണ്ടായി, ദൈവത്തോട് പരിഭവമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ആ പേടകത്തെ ഭയന്ന് ദാവീദ് കൊണ്ടുപോയി അത് ഓബേദോദോമിൻ്റെ ഭവനത്തിൽ അത് ഉറപ്പിക്കുകയാണ്. ഓബേദോദോമിൻ്റെ ഭവനത്തിൽ ഈ പേടകം സ്ഥാപിക്കപ്പെട്ടു. ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ 2 സാമുവേൽ പുസ്തകം 6-ാം അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാം, 3 മാസത്തിനുള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിനോട് പറയുകയാണ്, എന്നെ ഇവിടെ ഇരുത്തിയിട്ട് നീ വന്ന് നല്ല ഭവനത്തിൽ എനിക്കൊരാലയം പണിയണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ സ്വപ്നം കണ്ട മാത്രയിൽ ദാവീദ് രാജാവ് പരിവാരങ്ങളോടെ ഓബേദോദോമിൻ്റെ ഭവനത്തിലെത്തിയപ്പോൾ 3 മാസങ്ങൾക്ക് മുമ്പ് ഈ പേടകം അവിടെ സ്ഥാപിക്കപ്പെട്ടപ്പോൾ കണ്ട ഓബേദോദോമിനെയും ഭാര്യയും മക്കളെയും അല്ല ഇപ്പം കാണുന്നത്. ഓബേദോദോമിൻ്റെ ഭവനത്തിനാകെ മാറ്റം വന്നു. ഓബേദോദോമിൻ്റെ ശാരീരികമായ ഭാഷയ്ക്ക് മാറ്റമുണ്ടായി. അവൻ്റെ ശാരീരികമായ അവസ്ഥകൾ മാറി, അവൻ്റെ ഭാര്യയുടെ അവസ്ഥകൾ മാറി. അവരൊക്കെ വളരെ സൗന്ദര്യവും വളരെ ആകാരവടിവും കൊണ്ട് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദാവീദ് രാജാവ് ചോദിക്കുകയാണ്, ഓബേദോദോമേ, അവൻ്റെ തൊഴുത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ നിറയെ പശുക്കളും ആടുകളും അതുപോലെ തന്നെ അവിടുത്തെ വൃക്ഷലതാദികളൊക്കെ ഏറെ കായ്ഫലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു സമ്പൽ സമൃദ്ധിയുടെ അവസ്ഥയെത്തിയിരിക്കുന്നു. കഴിഞ്ഞ 3 മാസത്തിനു മുമ്പ് കണ്ട സ്ഥലമല്ല ഈ സ്ഥലമെന്ന് ദാവീദിന് കണ്ടപ്പോഴും മനസ്സിലായി. ദാവീദ് ഓബേദോദോമിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിനക്ക് ഇത്ര സൗഭാഗ്യങ്ങളൊക്കെ വന്നത്? അപ്പോൾ ഓബേദോദോം പറയുന്നൊരു വാക്യമുണ്ട്, ആ പേടകം എപ്പോഴെൻ്റെ ഭവനത്തിൽ വന്നുവോ അപ്പോൾ മുതൽ എൻ്റെ ഭവനത്തിന് ഉയർച്ചയായി. ആ ഭവനം അവിടെ വന്നപ്പോൾ മുതൽ ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. ഓരോ മധ്യാഹ്നത്തിലും ഓരോ പ്രഭാതത്തിലും ഓരോ സായാഹ്നത്തിലും ആ പേടകത്തിന് മുമ്പിൽ അന്ന് ഇസ്രായേൽ ജനം എങ്ങനെ ആരാധിച്ചുവോ അതുപോലെ ഞങ്ങൾ കരമുയർത്തി മനമുയർത്തി കൈയടിച്ച് തപ്പുകൊട്ടി പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ സ്തുതിച്ചു. അതിൻ്റെ പരിണിത ഫലമായിട്ട് ആ 3 മാസം കൊണ്ട് ഞങ്ങൾക്ക് വന്ന സൗഭാഗ്യമാണ് ഈ പേടകം നിമിത്തം ഞങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യം. ഓർക്കണം പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം പറയുന്നു, വരുന്ന ദുരിതങ്ങളെല്ലാം അനുഭവിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങൾ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യായ മക്കള്. അതെ, ഓരോ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും മടിക്കാതെ പതറാതെ ദൈവത്തെ ആരാധിച്ചാൽ അതിനുത്തരം തരുന്നൊരു ദൈവം, അതിന് മറുപടി നൽകുന്ന ഒരു ദൈവം, അളന്നല്ല കോരിത്തരുന്ന ദൈവം. നിന്റെ ഈ നിലകളുടെ നട്ടങ്ങളെല്ലാം ഇന്നിൻ്റെ നേട്ടങ്ങളാകണമെങ്കിൽ നിന്നെ വിളിച്ചവനെ അറിഞ്ഞ് അവൻ്റെ മുൻപിൽ മുട്ടുമടക്കി ആരാധിച്ചാൽ അവൻ നിന്നെ പരിപാലിക്കുന്നവനാണ്, അവൻ നിന്നെ കൈപിടിച്ച് നടത്തുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ ഓബേദോദോമിൻ്റെ ഭവനത്തിൽ നിന്ന് പേടകം കൊണ്ടുവരാനായിട്ട് ദാവീദ് രാജാവ് തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിൻ്റെ പരിണിത ഫലമായിട്ട് പ്രിയപ്പെട്ടവരെ, കിട്ടാവുന്ന വാദ്യോപകരണങ്ങളൊക്കെ ചെണ്ട, മുരജം, കിന്നരം, വീണ, കൈത്താളം തുടങ്ങിയ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ പേടകം ഓബേദോദോമിൻ്റെ ഭവനത്തിൽ നിന്ന് ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിക്കുകയാണ്. എഴുന്നള്ളിക്കുമ്പോൾ മേളം മുറുകിയപ്പോൾ, പക്കമേളം മുറുകിയപ്പോൾ
ദാവീദ് രാജാവ് നിലമറന്നുവോ? ദാവീദ് രാജാവ് തൻ്റെ സാഹചര്യങ്ങൾ മറന്നുവോ? രാജാവ് ആ പേടകത്തിന് മുമ്പിൽ കയ്യും മെയ്യും മറന്ന് ചുവട് വെച്ച് നൃത്തമാടി ആരാധിക്കുന്ന ഒരു ദാവീദിനെ കാണുന്നുണ്ട്. ഈ സമയത്ത് മറ്റൊരു സംഭവം നടക്കാൻ. ആരവം കേട്ട ദിക്കിലേക്ക് സാവൂളിന്റെ മകളായ മിഖാല്, അതായത് ദാവീദിന്റെ ഭാര്യ, ജനാല വഴി ആരവം കേട്ട ദിക്കിലേക്ക് നോക്കുമ്പോൾ അവിടെ പേടകം മുഖച്ചുകൊണ്ട് വരുന്നതിനോടൊപ്പം ആ മേളക്കാര് വാദ്യമേളം മുഴക്കുമ്പോൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് ഒരാള് ചുവട് വെച്ച് നൃത്തമാടുന്നു. ചുവട് വെച്ച് നൃത്തമാടുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദാവീദ് രാജാവ് പരിസരം മറന്ന് നൃത്തമാടിയ സമയത്ത് അദ്ദേഹത്തിന്റെ മേൽവസ്ത്രം അഴിഞ്ഞ് താഴെ വീണത് അദ്ദേഹം അറിഞ്ഞില്ല. 2 സാമുവേൽ പുസ്തകം 6-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിൽ നേരിയ ചണനൂല് കൊണ്ടുള്ള ഒരു അരക്കച്ച മാത്രമേ അദ്ദേഹത്തിന്റെ അരയിലുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ പരിസരം മറന്നുപോയി. അദ്ദേഹം എല്ലാം മറന്ന് ആടിപ്പാടിയപ്പോ, എൻ്റെ പ്രിയപ്പെട്ട, ഈ സമയത്താണ് രാജകുമാരി സാവൂളിന്റെ മകള് മിഖാല് ജനാല തുറന്ന് നോക്കുമ്പോൾ, ആരവം കേട്ട ദിക്കിലേക്ക് നോക്കുമ്പോൾ, ആ പേടകത്തിന് മുമ്പിൽ നാമമാത്രമായ വസ്ത്രം ധരിച്ചുകൊണ്ട്, ഒരു അരക്കച്ച മാത്രം ധരിച്ചുകൊണ്ട് ഒരു വ്യക്തി ചുവട് വെക്കുന്ന കണ്ടപ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലായി. ആ ചലനം കണ്ടപ്പോൾ മനസ്സിലായി അത് തൻ്റെ ഭർത്താവാണെന്ന്. അവൾ ദേഷ്യത്തില് ആ വാതിലങ്ങ് കൊട്ടിയടച്ചു, ജനാലയുടെ വാതിൽ കൊട്ടിയടച്ചു. എന്നിട്ട് അവൾ വീട്ടിലേക്ക് കതക് പടച്ച് അവൾ കയറി കിടക്കുകയാണ്. ദാവീദ് രാജാവ് പേടകവുമായിട്ട് വന്നു. അവിടെ സമാധാന ബലി അർപ്പിച്ചു, ദൈവത്തിന് കൃതജ്ഞതാ ബലി അർപ്പിച്ചു, ദൈവത്തെ ആരാധിച്ചു. അപ്പോഴാണ് ഒരു ബാലന്റെ കയ്യിൽ തൻ്റെ മേൽവസ്ത്രം ഇരിക്കുന്നത് കണ്ടത്. എവിടുന്നാടാ എന്ന് ചോദിച്ചപ്പോൾ അങ്ങയുടെ ശരീരത്തിൽ താഴെ വീണതാ. പെട്ടെന്ന് അദ്ദേഹം വാങ്ങി ഇത് ധരിച്ച് ബലിയൊക്കെ അർപ്പിച്ച് തിരിച്ച് ഭവനത്തിലേക്ക് വന്ന് ഭാര്യ എടുത്ത് വരുമ്പോൾ ഭാര്യ പറയാണ്, ഇന്ന് രാജാവ് തൻ്റെ നില മറന്നുപോ, രാജാവ് തൻ്റെ ബലം മറന്നുപോയി, രാജാവ് തന്നെ മറന്നു. എന്താ കാര്യം, എന്താ കാര്യമെന്ന് ദാവീദ് രാജാവ് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഇന്ന് നിങ്ങളൊരു രാജാവല്ലേ, നിങ്ങൾ ഈ നാട് ഭരിക്കുന്ന രാജാവാ, എന്നിട്ട് രാജാവിൻ്റെ രാജ്യത്വം മറന്ന് തുണി പോലുമില്ലാതെ മറ്റുള്ള മുമ്പിൽ ചുവട് വെച്ച് നൃത്തമാടി. ഇത് ഇത്ര നാണം കെട്ടൊരു പരിപാടി നടത്താൻ നിങ്ങൾക്ക് നാണമില്ലേ? അപ്പോൾ ആ മകളോട് ദാവീദ് പറയുന്ന ഒരു വാക്യമുണ്ട്. അതിൻ്റെ 23 മുതൽ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, 2 സാമുവേൽ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണാം, ദാവീദ് പറയാണ്, ഞാൻ വെറും ഒരു ആട്ടിടയനായിരുന്നു, എൻ്റെ അപ്പൻ എന്നെ ആടുകളെ മേയ്ക്കാനാണ് വിട്ടത്. പക്ഷേ എൻ്റെ അപ്പനും സഹോദരങ്ങൾക്കും ഞാൻ വിലയില്ലാത്തവനായിരുന്നു, ഞാൻ വിലകെട്ടവനായിരുന്നു. എന്നാൽ സാമൂൽ എന്നൊരു പ്രവാചകനെ പറഞ്ഞു വിട്ടപ്പോൾ ദാവീദ് തൻ്റെ 7 മക്കളെ നിരക്കി നിർത്തി. അപ്പോൾ സാമൂൽ പറയാണ്, ഇവരിലൊന്നും ദൈവ ചൈതന്യം കാണുന്നില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അവനെ ഒരു കാശിനും കൊള്ളത്തില്ല, അവൻ ആടുകളുമായിട്ട് മേയ്ക്കാൻ പോയിരിക്കുക, എപ്പോഴാണ് വരുന്നതെന്ന് ആളുകൾ അറിയില്ല. സാമൂൽ പ്രവാചകൻ പറയാണ്, ആളയച്ച് അവനെ വിളിപ്പിക്കുക. അവൻ വിളിപ്പിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടാത്തവൻ, ആർക്കും കൊള്ളരുതാത്തവനെ ആടുകളെ മേയ്ക്കാണ്ട് വിടുമ്പോൾ ദാവീദ് പറയാണ്, ഞാൻ ആടുകളെയും കൊണ്ട് മേച്ചിൽ പുറം തേടി പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ആടുകളിൽ വയറ്റിൽ കുഞ്ഞുങ്ങളുള്ള ആടുകളുടെ കുഞ്ഞുങ്ങളുടെ എണ്ണം എണ്ണി തിട്ടപ്പെടുത്തി ആ ഗർഭിണിയായ ആടുകളെ ഞാൻ കൊണ്ടുപോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ആ എണ്ണി തിട്ടപ്പെടുത്തിയ അതനുസരിച്ചുള്ള ആടുകളെ കൊടുത്തില്ലെങ്കിൽ എൻ്റെ വേതനം വെട്ടിക്കുറയ്ക്കുമായിരുന്നു. അങ്ങനെ ആട്ടും കൂട്ടിൽ കിടന്നവനാണ് ഞാൻ, ആട്ടും മൂത്രം കുടിച്ചവനാണ് ഞാൻ, ആട്ടുംകാട്ടത്തിൽ കിടന്ന ആടിൻ്റെ മുസുക്കുമായിട്ട് കിടന്ന എന്നെ സാമുവേൽ പ്രവാചകൻ പറയാണ്, അവൻ മനോഹര നയനങ്ങളും പവിഴ നിറങ്ങളുമുള്ളവനാ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ലോകം അവനെ വെറുത്തവനും ഇല്ലാത്തവനും കൊള്ളരുതാത്തവനും എന്ന് പറഞ്ഞെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ മനോഹര നയനങ്ങളും പവിഴ നിറവുമുള്ളവനാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ വചനദീപ്തി എന്ന ഈ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഓർക്കുക, നിങ്ങൾക്ക് എൻ്റെ ദൈവം തന്നിരിക്കുന്ന മാനം. നീ പവിഴ നിറമാ, നീ മനോഹര നയനമാ. മറ്റുള്ളവർ നിന്നെ വെറുക്കട്ടെ, പക്ഷേ എൻ്റെ ദൈവത്തിന് നീ വേണ്ടപ്പെട്ടവനാ, എൻ്റെ ദൈവത്തിന് നീ പ്രിയപ്പെട്ടവനാ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ആ ദാവീദ് ഭാര്യയോട് പറയാണ്, അങ്ങനെ ആടുകളെ മേച്ച് നടന്ന എന്നെ നിന്റെ നാട്ടിൽ കൊണ്ടുവന്ന് നിന്റെ അപ്പനെയും നിന്റെ അപ്പൻ്റെ ആൾക്കാരെയും നിന്റെ നാട്ടുകാരെയും ഭരിക്കുവാൻ എനിക്ക് അധികാരം തന്ന എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ആടും പാടും എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് ദൈവത്തിൻ്റെ മുമ്പിൽ ആനന്ദ നൃത്തമാടുമ്പോൾ നിങ്ങൾക്കറിയുമോ, 23-ാം വാക്യം പറയാണ്, ദൈവത്തെ സ്തുതിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്തിൽ ദാവീദിനെ അവഹേളിച്ചതിൻ്റെ പേരിൽ ദാവീദിൻ്റെ ഭാര്യ മിഖാലിന് മരണം വരെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനോ അതിനെ താലോലിക്കുവാനുള്ള ഭാഗ്യമുണ്ടായില്ല. ദൈവം അവളെ അനുഗ്രഹിച്ചില്ല. കാരണം എന്താണ്? ദൈവത്തെ ആരാധിക്കുന്നത് ഒരു കുറച്ചിലായിട്ട് കാണാതെ,
ദൈവത്തെ സ്തുതിക്കുന്നത് അതൊരു മഹത്വമായിട്ട് കണ്ടുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഈ മണിക്കൂറിൽ ദൈവത്തോട് ചേർന്ന് ചിന്തിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ഈ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാകാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ സ്വർഗീയ വിരുന്നിൽ പങ്കാളിത്തം വഹിക്കുന്ന നീ, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നമുണ്ടാകട്ടെ, എന്തെല്ലാം തടസ്സമുണ്ടാകട്ടെ, അതിനൊക്കെ ഒരേ ഒരു പ്രതിവിധി, കരമുയർത്തി മനമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ പൗലോസും സീലാസും സ്തുതിച്ചതുപോലെ, ദാവീദ് ആരാധിച്ചതുപോലെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് മറുകരയെത്തുമ്പോൾ തങ്ങളെ ആക്രമിക്കാൻ വന്നവര് ഉപ്പുവെള്ളം കുടിച്ച് മരിക്കുന്ന കാഴ്ച കണ്ട് മോശ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന നമുക്ക് കാണാം. അതുപോലെ പ്രിയപ്പെട്ടവരെ, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വിളക്കാം, എങ്കിലും നിനക്കൊരു അനർത്ഥം സംഭവിക്കാതെ നിന്നെ ഉള്ളങ്കയിൽ പരിപാലിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ആ ദൈവത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ വരെ ലഭിക്കാതെ പോയ സൗഭാഗ്യങ്ങൾ സ്തുതി ആരാധിച്ച് 10 ദിവസം അടുപ്പിച്ച് നീ സ്തുതിക്ക്. 11ാമത്തെ ദിവസം നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.